കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. ദൈവജനം പഠിക്കുന്നതിൻ്റെ സന്തോഷം ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളത്തിൽ തരുന്നുണ്ട്. ഓരോ ഭാഗങ്ങളും ദൈവത്താൽ രചിക്കപ്പെട്ട ദൈവം നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ലേവ്യ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഒരു പഠനം ആരംഭിച്ചു. ലേവ്യ യാഗങ്ങളെക്കുറിച്ച് വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു വേദഭാഗമാണ്. പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ ആ യാഗത്തിൻ്റെ അല്ലെങ്കിൽ മരണത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒക്കെ മഹത്വം വളരെയധികം നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു വേദഭാഗമാണ് ഈ ലേവ്യ യാഗങ്ങൾ. കർത്താവിൻ്റെ ഈ ലോക ജീവിതവും മരണവും അവൻ്റെ മരണത്തിൻ്റെ വ്യത്യസ്ത വശങ്ങളും ഒക്കെ നമുക്കിതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. യേശുക്രിസ്തുവിനെ വളരെയധികം അഗാധമായി സ്നേഹിപ്പാൻ ഈ പഠനം നമ്മളെ അനുവദിക്കും എന്നുള്ളതിന് തർക്കമില്ല. എൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട നാളെ തൊട്ട് കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിലും ഈ പഠനമാണ് എന്നെ കൂടുതലായി അവനെ അടുത്തറിയുവാൻ, വളരെയധികം ആഴമായി സ്നേഹിപ്പാൻ, അവനെ കൂടുതൽ ആരാധിപ്പാൻ മാധുര്യമുള്ള ഒരു ആരാധനയുടെ അനുഭവം ഉണ്ടാകുവാൻ ഇടയാക്കി മാറ്റുന്നത് ഈ ലേവ്യയാഗങ്ങളുടെ പഠനമാണ്. അതുകൊണ്ട് ഒരപേക്ഷയുണ്ട്, എന്നെ കേൾക്കുന്നവർ, ഈ പഠനങ്ങൾ ശ്രദ്ധിക്കുന്നവർ വീണ്ടും ഇത് കേട്ട് തനിച്ച് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കാനായിട്ട് വീണ്ടും ശ്രമിക്കുക. എന്നാൽ കഴിവത് ഞാൻ പറഞ്ഞു തരാം, എന്നാൽ നിങ്ങൾ തന്നെ അത് ഇരുന്ന് ധ്യാനിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഡൽഹിയിൽ നിന്ന് വന്ന ഒരു സഹോദരൻ ഇപ്പൊ കർത്തസനിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ലേവ്യയാഗങ്ങൾ ഞാനെടുത്ത ക്ലാസ്സുകളുടെ ഓഡിയോ അദ്ദേഹം ഏതാണ്ട് 200 പ്രാവശ്യം കേട്ടതായിട്ട് എന്നോട് പറഞ്ഞു. 200 പ്രാവശ്യം. വേറൊരു സഹോദരൻ അടുത്ത സമയത്ത് കാനഡയിൽ നിന്നാണ്, US നിന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു 50 പ്രാവശ്യമേലും കേട്ട് കാണും. ആവർത്തിച്ച് ആളുകൾ ഈ ലേവ്യയാഗങ്ങൾ പഠിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തിന് അനുഗ്രഹമാകുന്നുണ്ടല്ലേ വീണ്ടും 50 പ്രാവശ്യവും 200 പ്രാവശ്യവും ഒക്കെ കേൾക്കുന്നത്. നിങ്ങൾ ആവർത്തിച്ച് അത് കേൾക്കണം. ആദ്യം കേൾക്കുമ്പോൾ അനുഭവിക്കുന്നതിൽ കൂടുതൽ സന്തോഷം നമ്മൾ രണ്ടാമത് കേൾക്കുമ്പോഴും ഗ്രഹിക്കുമ്പോഴും നമുക്കുണ്ടാകും. അതുകൊണ്ട് ദൈവം ഇടയാക്കട്ടെ. ഞാൻ വർഷങ്ങളായി ഈ ഭാഗം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നെന്നാൽ ഓരോ പ്രാവശ്യം പഠിപ്പിക്കുമ്പോഴും എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക അനുഗ്രഹവും സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചെന്നേ ഉള്ളൂ ഇത് കൂടുതലായി പഠിക്കുവാൻ. ലേവ്യയാഗങ്ങളിൽ ഒന്ന് ആരെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ. ആദ്യത്തെ 5 അധ്യായങ്ങളിൽ 5 യാഗങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ അധ്യായത്തിൽ ഹോമയാഗം, രണ്ടാമത്തെ അധ്യായത്തിൽ ഭോജനയാഗം, മൂന്നാമത്തെ അധ്യായത്തിൽ സമാധാനയാഗം. നമ്മളത് പഠിച്ചിട്ട് 4-ാം അധ്യായം പഠിക്കാൻ തുടങ്ങി. 4-ാം അധ്യായത്തിൽ പാപയാഗവും 5-ാം അധ്യായത്തിൽ അകൃത്യയാഗവുമാണ്. അങ്ങനെ 5 യാഗങ്ങൾ പറഞ്ഞ ശേഷം വീണ്ടും ദൈവം പുരോഹിതന്മാരോട് അതിൻ്റെ പ്രമാണം കൊടുക്കുന്നതാണ് 1-2 അധ്യായങ്ങൾ എന്നുള്ളത്, 6-7 അധ്യായങ്ങൾ എന്നുള്ളത് കാണാനായിട്ട് കഴിയുന്നു. നമ്മൾ ആദ്യത്തെ 3 യാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു, അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. എന്നാൽ നമ്മൾ 4-ാം അധ്യായത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാൽ 4-ാം അധ്യായത്തിൽ വരുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം തന്നെ നമ്മൾ ഈ ഭാഗം സൂക്ഷിച്ചാൽ വേർതിരിച്ച് തരുന്നുണ്ട് ഈ 5 യാഗങ്ങളെ. 5 യാഗങ്ങളെ 2ആയി ദൈവം തിരിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് അരുളി ചെയ്തു. ആ വാക്ക് അരുളി ചെയ്യുന്നത് ആദ്യത്തെ 3 യാഗങ്ങളാണ്. ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം. ഈ 3 യാഗങ്ങളാണ് മോശയെ വിളിച്ച് ആദ്യം കൽപ്പിക്കുന്നത്. നമ്മൾ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിയാട്ടെ. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത് എന്തെന്നാൽ എന്ന് പറഞ്ഞാൽ, രണ്ടാമത് മോശയെ വിളിച്ച് പറയുകയാണ്. ആ രണ്ടാമത് കൽപ്പിക്കുന്നത് 4-ാം അധ്യായവും 5-ാം അധ്യായവുമാണ്. അപ്പൊ ദൈവം ഈ 5 യാഗങ്ങളെ 2ആയി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 യാഗങ്ങൾ ആദ്യത്തെ അവന്റെ മോശയോട് അരുളപ്പാടിൽ അത് പറയുമ്പോൾ, രണ്ടാമത് മോശയെ വിളിച്ച് പറയുന്നതിനകത്താണ് ഈ അവസാനത്തെ 2 അല്ലെങ്കിൽ പാപയാഗവും അകൃത്യയാഗവും എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുക. അപ്പോൾ ദൈവം തന്നെ ഇത് 2ആയി വേർതിരിച്ച് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ 3 അധ്യായം പഠിച്ചപ്പോൾ ഒരു കാര്യം കണ്ടു. അനേക ആവർത്തി ആ 3 അധ്യായത്തില് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ യാഗമാണെന്ന് കാണുന്നുണ്ട്. സ്വീറ്റ് സ്മെൽ ഓഫർ. അത് ഈ സൗരഭ്യമുള്ള യാഗങ്ങളൊക്കെ യാഗപീഠത്തിലാണ് അർപ്പിക്കുന്നത്.
ദേവാലയത്തിന് മുന്നിൽ യാഗപീഠമുണ്ട്, ഹോമയാഗപീഠം. ആ യാഗപീഠത്തിൽ അർപ്പിക്കുന്നത് സൗരഭ്യപൂർണമായി ദൈവത്തിന് ഉയരുകയാണ്. ആദ്യത്തെ 3 യാഗങ്ങൾ യാഗപീഠത്തിലാണ് അർപ്പിക്കുന്നത്. അവസാനത്തെ 2 ഇപ്പോൾ വിളിച്ചു പറഞ്ഞ യാഗമുണ്ടല്ലോ, ആ യാഗവും അടുത്ത യാഗവും സൗരഭ്യമാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ആദ്യത്തെ 3 യാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പാപമെന്ന വാക്കില്ല. ആദ്യത്തെ 3 അധ്യായത്തിൽ പാപമെന്ന വാക്കില്ല. ആരാധനാത്മകമായി ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ദൈവജനം ആരാധനയുടെ ഭാഗമായും നന്ദിയുള്ള ഹൃദയത്തിൽ നിന്നൊക്കെ ദൈവത്തിന്റെ അടുക്കൽ വന്ന് അർപ്പിക്കുന്നതാണ് ആദ്യത്തെ 3 യാഗങ്ങൾ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വോളണ്ടിയർലി ഓഫറിങ്, ഫ്രീ വിൽ ഓഫറിങ്. ഗോഡ്സ് ദൈവത്തിന്റെ കരുതലും കരുണയൊക്കെ ഓർത്ത് ആദ്യത്തെ 3 യാഗങ്ങൾ അവന് സന്നിധിയിൽ അർപ്പിക്കുമ്പോൾ, ആരാധനാത്മകമായി നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് അർപ്പിക്കുമ്പോൾ അവിടെ പാപമെന്ന വാക്ക് വരുന്നില്ല. എന്നാൽ അവസാനത്തെ 2 യാഗം, 4-ാം അധ്യായത്തിലെ പാപയാഗവും 5-ാം അധ്യായത്തിലെ അകൃത്യയാഗവും, ആ 2 യാഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ 19 പ്രാവശ്യം പാപമെന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവസാനത്തെ 2 യാഗങ്ങളിൽ പാപമെന്ന വാക്ക് 19 പ്രാവശ്യം ഓർപ്പിച്ചിട്ടുണ്ട്. ഞാനിത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞെങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യത്തെ 3 യാഗങ്ങൾ അവർ ദൈവത്തോട് കൂട്ടായ്മയിലായിരിക്കുമ്പോൾ അർപ്പിക്കുന്നതാണ്. When they were in fellowship with God and when their heart was filled with His love and worship, they are offering the first 3 sacrifices. എന്നാൽ 2ാമത്തെ സെക്ഷനിൽ പറയുന്ന പാപയാഗവും അകൃത്യയാഗവും ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. They are out of fellowship with God. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. അത് പുനഃസ്ഥാപിക്കുവാൻ അത് അർപ്പിക്കുന്നതാണ്. അത് നിർബന്ധമാണ്. അത് അർപ്പിച്ചില്ലെങ്കിൽ അവനെ ജനത്തിനിടയിൽ നിന്ന് ഛേദിക്കണം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ആദ്യത്തെ 3 യാഗങ്ങൾ സ്വമേധയെ അർപ്പിക്കുന്നതാണ് വോളണ്ടിയർലി അർപ്പിക്കുന്നത്. when they are in fellowship with God out of a worshipful heart, അവർ ദൈവത്തിന് അർപ്പിക്കുന്നത് ദൈവത്തിന് സൗരഭ്യമാണ്. എന്നാൽ പാപം ചെയ്ത് അകൃത്യം ചെയ്തു ദൈവത്തോടുള്ള സംസർഗം നഷ്ടപ്പെട്ട മനുഷ്യൻ, അവന്റെ ആ സംസർഗം പുനഃസ്ഥാപിക്കപ്പെടുവാൻ അർപ്പിക്കുന്ന യാഗങ്ങൾ സൗരഭ്യമാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. പാപമെന്ന വാക്ക് 19 പ്രാവശ്യം അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവസാനത്തെ 2 യാഗങ്ങൾ ഒബ്ലിഗേറ്ററി ആണ്, നിർബന്ധമായി അർപ്പിച്ചെങ്കിലേ അത് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ജനം ഛേദിക്കപ്പെടും, ദൈവത്തോട് കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല. 4-ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് ഞാൻ പുതിയ പഠനത്തിലേക്ക് പോവുകയാണ്. ഈ 4-ാം അധ്യായത്തിൽ ഊന്നല് നമ്മൾ കണ്ടു. അബദ്ധവശാൽ പാപം ചെയ്തു. നോക്കുക, അതിൻ്റെ 1-ാം വാക്യം, ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ച വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പാപം ചെയ്താൽ, അറിയാതെ അങ്ങ് ചെയ്തുപോയി, ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷെ അങ്ങ് ചെയ്തുപോയി, അബദ്ധവശാൽ ചെയ്തു പോവുകയാണ്. അവിടെ നമ്മൾ നോക്കുക, ഒരു പുരോഹിതൻ പാപം ചെയ്യുന്നു. ഇസ്രായേൽ സഭ മുഴുവൻ അബദ്ധവശാൽ പാപം ചെയ്യുന്നു. ഒരു പ്രമാണി, ഒരു പ്രിൻസ് അല്ലെങ്കിൽ ഒരു ലീഡർ പാപം ചെയ്യുന്നു അബദ്ധവശാൽ. ഒരു സാധാരണക്കാരനും അബദ്ധവശാൽ പാപം ചെയ്യുന്നു. ഒരു സത്യം നമ്മളെ അവിടെ പഠിപ്പിക്കുന്നു. പാപപ്രകൃതി എല്ലാവർക്കുമുണ്ട്. എല്ലാവർക്കും പാപപ്രകൃതി ഉള്ളതുകൊണ്ടാണ് അവർ അബദ്ധവശാൽ പാപം ചെയ്തു പോകുന്നത്. ഇൻഹെറൻസിൻ, നമ്മളിൽ വസിക്കുന്ന പാപത്തെയാണ് ഇവിടെ ഊന്നൽ കൊടുത്ത് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു പാഠം നമ്മൾ പഠിച്ചു. തിരുമേനി എന്നും ഐമേനി എന്നും പറഞ്ഞ ആളുകളെ വേർതിരിക്കാൻ സാധിക്കുകയല്ല. പുരോഹിതനാണെങ്കിലും അഭിഷിക്തനാണെങ്കിലും ജനം മൊത്തത്തിലാണെങ്കിലും അവരുടെ നേതാവാണെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിലും ഈസ് പ്രോൺ ടു സിൻ. അവന് പാപം ചെയ്യാം, കാരണം അവന് പാപപ്രകൃതിയുണ്ട്. അവൻ ഇന്നുവരെ രൂപാന്തരം പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് തിരുവചനത്തിൽ വായിക്കുന്നു, ദൈവത്തിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. യോഹന്നാൻ തന്റെ 1-ാം ലേഖനത്തിൽ രേഖപ്പെടുത്തി. അവന് അല്ലെങ്കിൽ പാപത്തിൽ പെട്ടുപോകും. ദൈവത്തിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടനവനെ തൊടുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കണ്ടു.
അതെന്താണെന്നറിയാമോ? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഈ അബദ്ധവശാൽ പാപം ചെയ്യാം, എന്നാൽ ഈ ഇസ്രായേൽ സഭ മുഴുവൻ പാപം ചെയ്തു. 13-ാം വാക്യത്തിൽ 14-ാം വാക്യം നോക്കി, പാപം അവർ അറിയുമ്പോൾ 22-ാം വാക്യത്തിൽ ഒരു പ്രമാണി പാപം ചെയ്യുന്നു. 23-ാം വാക്യം നോക്കിയേ, പാപം അവന് ബോധ്യമായെങ്കിൽ. 27-ാം വാക്യം, ജനത്തിൽ ഒരു സാധാരണക്കാരൻ പാപം ചെയ്തു. 28-ാം വാക്യം, പാപം അവന് ബോധ്യമായെങ്കിൽ. ഒരു കാര്യം വളരെ വ്യക്തമായി ഇവിടെ മനസ്സിലാക്കുന്നു. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പാപം ബോധ്യമാകുമ്പോഴാണ്. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടു, പുരോഹിതന്റെ കാര്യത്തിൽ അത് എഴുതിയിട്ടില്ല. പുരോഹിതൻ പാപം ചെയ്താൽ പാപം അവന് ബോധ്യമായി എങ്കിൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇസ്രായേൽ സഭ മൊത്തത്തിൽ അത് ചെയ്യാം. അവർക്ക് പാപം ബോധ്യമാകണം. ഒരു പ്രമാണി പാപം ചെയ്യാം, പാപം അവന് ബോധ്യമാകണം. ഒരു സാധാരണക്കാരൻ പാപം ചെയ്യാം, പാപം അവന് ബോധ്യമാകണം. എന്നാൽ എന്തുകൊണ്ടാണ് ദൈവം ഒരു പുരോഹിതനെ കുറിച്ച് അത് പറയാഞ്ഞത്? പുരോഹിതൻ ആരാണ്? ദൈവത്തിനും ജനത്തിനും മധ്യേ നിൽക്കുന്നവനാണ്. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ്. അവന്റെ അധരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അവന് പാപബോധമുള്ളവനായിരിക്കണം. പാപബോധമില്ലെങ്കിൽ അവൻ എങ്ങനെ ജനത്തെ പാപത്തെ കുറിച്ച് പഠിപ്പിക്കും? പാപബോധമുള്ളവനായിരിക്കണം പുരോഹിതൻ. He should be sensitive to sin. അതുകൊണ്ടാണ് ദൈവത്തോട് പാപം അവന് ബോധ്യമായി എങ്കിൽ എന്ന വാക്ക് ഉപയോഗിക്കാഞ്ഞത്. സർവ്വലോകവും പാപത്തിന്റെ കീഴിലാണ്. എന്നാൽ നമ്മൾ കണ്ടു, പാപം ബോധ്യമാകുമ്പോൾ നമ്മൾ യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 1:8 എന്താ വായിക്കുന്നത്? നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ കണ്ടീഷനാണ്. പാപം ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. പാപം ഏറ്റുപറയണമെങ്കിൽ പാപബോധമുണ്ടാകണം. പ്രവാചകന്മാരെ അയച്ചത് എന്തിനാണ്? പാപബോധമുണ്ടാക്കാൻ. ന്യായപ്രമാണം കൊടുത്തത് എന്തിനാണ്? പാപബോധമുണ്ടാക്കാൻ. പരിശുദ്ധാത്മാവിനെ അയച്ചത് എന്തിനാണ്? പാപബോധമുണ്ടാക്കാൻ. ആത്മാവെന്ന് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പാപബോധം ദൈവജനത്തിനുണ്ടായിരിക്കണം. പുരോഹിതന്മാരെന്ന നിലയിൽ നമുക്ക് എപ്പോഴും പാപബോധം ഉണ്ടായിരിക്കണം. ഒരു വിശ്വാസി പാപം ചെയ്താൽ പാപമാണെന്ന് അവന് ബോധ്യമാകുന്നില്ലെങ്കിൽ അത് വലിയ അബദ്ധമാണ്. പാപബോധമുള്ളവനായിരിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുക. വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് നോക്കിയിട്ട് പാകാം. അവന് പാപം ബോധ്യമാകുമ്പോഴൊന്നല്ല, ആ പുരോഹിതൻ പാപം ചെയ്യുമ്പോൾ അവന്റെ പാപം ജനത്തിൽ വരത്തക്കവണ്ണം പാപം ചെയ്താൽ. 3-ാം വാക്യം നോക്കാട്ടെ, അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തെങ്കിൽ. നോക്കെ, ഒരു പുരോഹിതന്റെ പാപം ജനത്തിന്റെ മേൽ ബാധിക്കുന്നു. ദാവീദിനോട് ദൈവം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നീ ഇത് ചെയ്യുകയാൽ ദൈവജനം ഇത് സംസാരിപ്പാൻ ഇടയാക്കി തീർത്തതിനാൽ നിനക്ക് ഇപ്പോൾ ജനിച്ച കുഞ്ഞു മരിക്കും. അവർ സിൻ മറ്റുള്ളവരെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ ഈ ഭാഗം എടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കിനിയും ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്, പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, ഒരു പുരോഹിതന്റെ പാപത്തിന് പരിഹാരമായി ഒരു കാളക്കിടാവിനെയാണ് അർപ്പിക്കുന്നത്. ഇസ്രായേൽ സഭ മൊത്തം പാപം ചെയ്താലും ഒരു കാളക്കിടാവാണ്. അവരുടെ ഇടയിൽ ഒരു പ്രമാണി പാപം ചെയ്യുകയാണെങ്കിൽ അത് ഊനമില്ലാത്തൊരു ആൺകോലാണ്. ഒരു സാധാരണക്കാരൻ പാപം ചെയ്താൽ ഊനമില്ലാത്തൊരു പെൺകോലാണ്. ദൈവം എന്തിനാണ് ഈ വ്യത്യസ്തമായ യാഗവസ്തുക്കളെ കൽപ്പിച്ചാക്കിയത്? ഒരു സാധാരണക്കാരന് ആ 4-ാം അധ്യായത്തിന്റെ അതിന്റെ 28-ാം വാക്യത്തിലുണ്ട്, സാധാരണ മനുഷ്യന് ഒരു പെൺകോലാടിനെ, ഊനമില്ലാത്ത പെൺകോലാടിനെ അർപ്പിച്ചാൽ മതി. ഒരു പ്രമാണിയുടെ പാപം അതിലും ഗൗരവമാണ്. ഈസ് എ പ്രിൻസ്, ഈസ് എ റൂളർ. അവന്റെ പാപപരിഹാരത്തിന് ഒരാൺകോലാടിന്റെ ചോര ആവശ്യമാണ്. അതിനെക്കാട്ടിൽ എത്രയോ ഗൗരവമാണ് ഒരു പുരോഹിതന്റെ പാപം. ഒരു പുരോഹിതൻ പാപം ചെയ്തു കഴിഞ്ഞാൽ
കാളക്കിടാവിന്റെ ചോര വേണം. എന്താ ഇത് പഠിപ്പിക്കുന്നത്? എല്ലാവരുടെയും പാപം ദൈവം ഒരുപോലെ അല്ല നോക്കുന്നത്. ഒരു സഭയിലെ മൂപ്പൻ ചെയ്യുന്ന പാപവും ഒരു പുതിയ വിശ്വാസി, ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന പാപവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ദൈവം പാപത്തോടുള്ള ബന്ധത്തിൽ ഇടപെടുമ്പോൾ ദൈവത്തിനറിയാം ഓരോരുത്തരുടെ നിലവാരങ്ങൾ. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ഫലകാലം സമീപിച്ചപ്പോൾ ഫലം അന്വേഷിച്ചു. നോക്കുക, കാലം നോക്കിയാൽ നിങ്ങളിപ്പോൾ ഉപദേഷ്ടന്മാരായിരിക്കേണ്ടതാണ്. നോക്കുക, ഇവിടെ ഒരു സത്യം മനസ്സിലാക്കുന്നു നമ്മൾ. എല്ലാവരുടെയും പാപം ദൈവം ഒരുപോലെ അല്ല കാണുന്നത്. ഒരു മൂപ്പന്റെ പാപത്തിന്, ഒരു സുവിശേഷകന്റെ പാപത്തിന്, ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു ലീഡറിന്റെ പാപത്തിന് മറ്റുള്ളവർ ചെയ്യുന്ന പാപത്തെക്കാട്ടിൽ അതിന് ഗൗരവമുണ്ട്. യാക്കോബിന്റെ ലേഖനം 3:1, നിങ്ങളിൽ അധികം പേർ ഉപദേശകന്മാരാകരുത്, ടീച്ചേഴ്സ്. അവിടെ എന്താ പറയുന്നത്? അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അധികം ഉപദേഷ്ടക്കന്മാരാകരുത് അധികം പേർ. എന്താ കാരണം? ഉപദേഷ്ടാവെന്ന് പറഞ്ഞാൽ ടീച്ചർ, ഈസ് വൺ ഹൂ ഈസ് ടീച്ചിങ്. ആ പഠിപ്പിക്കുന്നവൻ അവൻ മറ്റുള്ളവരെ കാട്ടിൽ ഗൗരവമുള്ളവനാണ്. യാക്കോബ് ലേഖനം 3:1 എന്നാൽ ഇവിടെ നമുക്ക് പുരോഹിതൻ പാപത്തിന്റെ പരിഹാരം ചെയ്യുന്നത് നമ്മൾ ഒന്ന് പഠിക്കേണ്ടത് പ്രത്യേക ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, മോശെ ഒരു പാപമേ ചെയ്തുള്ളൂ, ജനങ്ങൾ 10 പാപം ചെയ്തു. ഇവരുടെ രണ്ടുപേരുടെയും പാപം ഏതാണ്ട് തുല്യമാണ്. മോശെ ചെയ്ത ഒരു പാപം ജനം ചെയ്ത 10 പാപത്തിന് തുല്യമാണ്. ആ ജനങ്ങള് വാഗ്ദത്ത നാട്ടിൽ കയറിയില്ല, മോശയെയും ദൈവം കയറ്റിയില്ല. വളരെ ഭയത്തോടെ ഓർക്കേണ്ട ഒരു കാര്യം. നമുക്ക് ഇനി പഠിക്കാനുള്ളത്, ഇത് ദൈവം അത് കൽപ്പിച്ചാക്കുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. എന്താണ്? പാപത്തിന്റെ പരിഹാരത്തിന് അർപ്പിക്കുന്ന മൃഗം എന്ത് ചെയ്യണം? നമ്മൾ കണ്ടു, യാഗപീഠത്തിൽ അർപ്പിക്കുന്നത് സൗരഭ്യമാണ്. ഇവിടെ യാഗപീഠത്തിൽ അല്ല അർപ്പിക്കുന്നത്. ആദ്യം പാപത്തിന്റെ പരിഹാരത്തിന് അറുത്ത യാഗമൃഗത്തിന്റെ രക്തമുണ്ടല്ലോ. എന്താ ഈ രക്തമെടുത്ത് പറയാൻ കാരണം? ലേവ്യ പുസ്തകം 17-ാം അധ്യായം നോക്കിയാട്ടെ. 17-ാം അധ്യായം, ലേവ്യ പുസ്തകം 17-ാം അധ്യായം, അവിടെ അതിന്റെ 11-ാം വാക്യം നോക്കിയാട്ടെ. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആകുന്നത്. അതിന്റെ 14-ാം വാക്യം കൂടെ, സകല ജനത്തിന്റെ ജീവൻ അതിന്റെ ജീവാധാരമായ രക്തം തന്നെ. ബ്ലഡിലാണ് ജീവൻ ഇരിക്കുന്നത്. ചോര വാർന്നു മരിച്ചു എന്നൊക്കെ നമ്മൾ പറയും. ചോര വാർന്നു പോയി മരിച്ചു. അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു ചിലര്. കൈഞ്ഞരമ്പുകൾ മുറിച്ചിട്ട് വെള്ളത്തിൽ വെക്കും. ആ ചോര ഇങ്ങനെ വാർന്നുപോയി ജീവൻ അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവൻ കുടികൊള്ളുന്നത് ചോരയിലാണ്. ആ ചോര പ്രായശ്ചിത്തമായ യാഗപീഠത്തിൽ ദൈവം കൊടുത്തിരിക്കുകയാണ്. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, രക്തച്ചൊരിച്ചിലില്ലാതെ വിമോചനമില്ല. ബ്ലഡ്, ആ ബ്ലഡിനോടുള്ള ബന്ധത്തിൽ ഇവിടെ നമ്മൾ നടത്തുന്ന പഠനം, ദൈവജ്ഞാനത്തിന്റെ വലുപ്പം നമുക്ക് കാണാൻ കഴിയുന്നു. നോക്കിയാട്ടെ, ഒരു അഭിഷിക്തനായ പുരോഹിതൻ പാപം ചെയ്തു, അതിന്റെ പരിഹാരം വരുത്തുന്നു. നമുക്ക് 5-ാം വാക്യം തുടങ്ങി വായിക്കാം. ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 5 തൊട്ടുള്ള വാക്യം. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ എടുത്ത്, അതിന് മുമ്പിലുള്ള ഭാഗം കൂടെ ഞാൻ പറഞ്ഞു വായിച്ചോട്ടെ. 4-ാം വാക്യം, അവൻ കാളയെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് കാളയുടെ തലയിൽ കൈവച്ച് യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കണം. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ എടുത്ത് സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം. ഇനിയും നോക്കിക്കോണേ. 1, പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിലെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. 2, പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗത്തിന്റെ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. 3, കാളയുടെ ശേഷം രക്തം മുഴുവൻ സമാഗമന കൂടാരത്തിന്റെ വാതിക്കലുള്ള ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. ഒരു പുരോഹിതൻ പാപം ചെയ്യുമ്പോൾ
ആ രക്തം നമ്മൾ കണ്ടു. രക്തമാണ് പ്രായശ്ചിത്തമായി ദൈവം നൽകിയിരിക്കുന്നത്. ആ രക്തമെടുത്ത്, ജീവനായ രക്തമെടുത്തിട്ട്, ഈ കാളക്കിടാവിന്റെ രക്തമെടുത്തിട്ട്, ആദ്യം വായിക്കുന്നു 6-ാം വാക്യത്തിൽ, തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. വിശുദ്ധ മന്ദിരവും അതിവിശുദ്ധ മന്ദിരവും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ഒരു തിരശ്ശീലയുണ്ട്. സമാഗമന, ഇവിടെ നമ്മൾ വായിച്ചു, സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം. ഈ കൂടാരത്തിനകത്ത് വന്നിട്ട് തിരശ്ശീലയുടെ മുന്നൽ, ചിലർ പറയുന്നു ആ തിരശ്ശീലയിൽ തന്നെ ആ ചോര വീഴുന്നു, ചിലർ പറയുന്നു അതിന്റെ മുന്നൽ നിലത്ത് വീഴുന്നു. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ അവിടെ ചോര കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ കെരൂബുകളുണ്ട് ആ തിരശ്ശീലയിൽ. അതിന്റെ പിറകിൽ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ശേഖന ഗ്ലോറി അവിടെ ശോഭിക്കുന്നത് കൊണ്ട് ഈ തിരശ്ശീല മനോഹരമായ വെട്ടം വരുന്നുണ്ട്. അതിന്റെ മുന്നിലാണ് ഈ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നത്. എന്റെ സഹോദരന്മാരെ, എത്ര വലിയ ചിന്തയാണ്! ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുന്നിലാണ് അവർ ശുശ്രൂഷിക്കുന്നത്. അവർ ചെയ്ത പാപം ജനത്തിൽ വരത്തക്കവണ്ണം പാപം ചെയ്തു പുരോഹിതൻ. ആ ദൈവത്തിന്റെ കൺമുമ്പിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാവുന്നത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ വഴി യഹോവയുടെ മുമ്പിൽ ഇരിക്കുന്നു. അവന്റെ വഴികളെയൊക്കെ അവൻ തൂക്കി നോക്കുന്നു. ദൈവത്തിന്റെ മുന്നിൽ മറച്ചു വെച്ചിട്ട് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ പാപങ്ങളെല്ലാം അവന്റെ കൺമുമ്പിലുണ്ട്. നമ്മൾ വായിക്കുന്നു, നല്ലതും തീയതുമായതെല്ലാം അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. പുരോഹിതനോടുള്ള ബന്ധത്തിൽ ആ തിരശ്ശീലയ്ക്ക് പിറകിൽ ദൈവമുണ്ട്. ആ സമാഗമന കൂടാരത്തിൽ അവൻ കടന്ന് ശുശ്രൂഷിക്കുമ്പോൾ ദൈവസന്നിധിയിലാണ് അവൻ ശുശ്രൂഷിക്കുന്നത്. ദൈവത്തോടുള്ള അവന്റെ പാപം മൂലമുള്ള ആ ബന്ധത്തിന്റെ ഉലച്ചിൽ മാറ്റിക്കളയുവാൻ 7 പ്രാവശ്യം, 7 പൂർണ്ണതയുടെ സംഖ്യയാണ്. അവിടെ 7 പ്രാവശ്യം അവിടെ ആ രക്തം തളിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കുക, ഇവിടെ നമ്മൾ വളരെ സന്തോഷത്തോടെ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു വാക്ക് എബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം നോക്കിയാട്ടെ. നമ്മളോടുള്ള ബന്ധത്തിൽ അതിന്റെ പൊരുൾ നമ്മൾ വായിക്കുന്നു. ഹീബ്രൂസ് ചാപ്റ്റർ 10, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 10-ാം വാക്യം നോക്കിയാട്ടെ. ആ ഇഷ്ടത്താൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ നമ്മുടെ കർത്താവിന്റെ ഏകയാഗം നമ്മളെ ശുദ്ധീകരിച്ച് കഴിഞ്ഞു. നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ തിരശ്ശീലയ്ക്ക് അകത്തേക്ക് പ്രവേശിച്ചു. തിരശ്ശീലയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അതിന്റെ 19-ാം വാക്യം നോക്കിയാട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയ്ക്കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായ തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ഈ പഴയ നിയമകാലത്ത് ഈ തിരശ്ശീലയ്ക്ക് മുമ്പിൽ പുരോഹിതന്റെ ആ നഷ്ടപ്പെട്ട ബന്ധം പുനഃസ്ഥാപിച്ചെങ്കിൽ മാത്രമേ അവൻ അവിടെ നിന്ന് ശുശ്രൂഷിക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ നിയമ കാലഘട്ടത്തിൽ തന്റെ രക്തത്താൽ അവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. നമുക്ക് വേണ്ടി എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അതിന്റെ ശേഷം അവന്റെ രക്തം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഒരു മഹാപുരോഹിതനായി നമ്മുടെ ബലഹീനതയെ തുണ നിൽക്കുകയാണ്. ധൈര്യത്തോട് അടുത്തു വരാൻ നമുക്ക് കഴിയും. നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളും അല്ല, നമ്മളോടുള്ള അവന്റെ വലിയ കരുണ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ആ തിരശ്ശീലയുടെ മുന്നിൽ തളിച്ച 7 പ്രാവശ്യം തളിച്ച രക്തം ദൈവത്തിന്റെ മുമ്പിൽ ഈ പുരോഹിതന്മാർക്ക് നിൽപ്പാൻ ധൈര്യം കൊടുക്കുകയാണ്. നമുക്ക് അതുപോലെ തന്നെ രണ്ടാമതാ രക്തം നമ്മൾ നോക്കിയാട്ടെ. രണ്ടാമതാ രക്തം എന്ത് ചെയ്യണം? 4-ാം അധ്യായത്തിന്റെ ലേവ്യർ 4-ന്റെ 7-ാം വാക്യം. പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗത്തിന്റെ ധൂപപീഠത്തിന്മേൽ കൊമ്പുകളിൽ പുരട്ടണം. നമുക്കറിയാം 2 യാഗപീഠങ്ങളുണ്ട്. ഒന്ന് മൃഗങ്ങളെ അർപ്പിക്കുന്നു, പ്രാകാരത്തിൽ ഇരിക്കുന്ന ബ്രാസനോട്ടം. വേറെ ഒരു യാഗപീഠമുണ്ട്, സുഗന്ധവർഗത്തിന്റെ ധൂപപീഠം. കതിരമരം കൊണ്ടുണ്ടാക്കി സ്വർണം പൊതിഞ്ഞിരിക്കുകയാണ്. അത് വിശുദ്ധ സ്ഥലത്താണ്. നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. ആരാധനയുടെ ചിത്രമാണ്. ആ യാഗപീഠവും ക്രിസ്തുവാണ്. എന്നാൽ
അവിടെ സൗരഭ്യമുള്ള സുഗന്ധങ്ങൾ പുരോഹിതൻ എല്ലാ ദിവസവും അർപ്പിക്കും. അത് ആരാധനയെ കാണിക്കുന്നു. അവന്റെ പാപം മൂലം അവന്റെ ആരാധനയെ ബാധിച്ചു. എന്നാൽ അത് പുനഃസ്ഥാപിക്കുവാൻ അതിന്റെ കൊമ്പുകൾ ശക്തിയെ കാണിക്കുന്നു. ആ രക്തം കൊമ്പുകളിൽ പുരട്ടി. നമ്മുടെ ആരാധന അത് ദൈവത്തിന് സൗരഭ്യമായി മടക്കിക്കൊണ്ടുവരികയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര വലിയ കാര്യമാണ് നമ്മുടെ പാപത്തോടുള്ള ബന്ധത്തിൽ പുത്രൻ നിർവഹിച്ചത്. നമ്മൾ വീണ്ടും നമ്മുടെ ബലഹീനത പൂണ്ട മനുഷ്യരായി നമ്മളിൽ കുറവുകൾ വരുമ്പോൾ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവ് പിതാവിന്റെ മുന്നിൽ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നു. നമ്മുടെ ആരാധനയിൽ വന്നുപോയ പരിഹാരങ്ങൾ, ആ കുറവുകൾ പരിഹരിച്ച് നമുക്ക് യഥാസ്ഥാനം തരുന്നു. മൂന്നാമത് നോക്കിക്കാട്ടെ, 7-ാം വാക്യത്തിന്റെ അവസാനം, കാളയുടെ ശേഷൻ രക്തം മുഴുവൻ സമാഗമന കൂടാരത്തിന്റെ വാതിക്കലുള്ള ഹോമയാഗപീഠത്തിന്റെ ചോട്ടിൽ ഒഴിച്ച് കളയും. സഹോദരന്മാരെ, ഹോമയാഗപീഠത്തിന്റെ ചോട്ടിൽ ഒഴിക്കുകയാണ് ബ്രാസൻ ഓൾട്ടർ. അവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ദൈവത്തോട് അടുക്കുവാൻ വരുന്ന മനുഷ്യന് ആദ്യം അവൻ ഫേസ് ചെയ്യുന്നത് ഈ യാഗപീഠമാണ്. സമാഗമന കൂടാരത്തിന്റെ ഏകവാതിലൂടെ അകത്ത് കയറിയാൽ ആദ്യം കാണുന്നത് ഈ യാഗപീഠമാണ്. ആ യാഗം മൂലമാണ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നത്. ആ യാഗപീഠത്തിന്റെ ചോട്ടിലുള്ള രക്തമാണ് നിരപ്പിന്റെ കാരണമായി തീരുന്ന ആ രക്തം. അത് കൂടാതെ ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ കയറാൻ കഴിയില്ല. പുരോഹിതന്മാർ വിശുദ്ധന്മാരാണ്. അവർക്ക് ദൈവത്തോടുള്ള ആ ബന്ധം പാപം മൂലം വിച്ഛേദിക്കപ്പെട്ടത് പുനഃസ്ഥാപിച്ചു. അവരുടെ ആരാധന പുനഃസ്ഥാപിച്ചു. 3 നമ്മൾ കണ്ടു, അവർക്ക് ദൈവത്തോട് അടുക്കുവാനുള്ള ഫൗണ്ടേഷൻ, അതിന്റെ ചോട്ടിൽ ആ ചോര മുഴുവൻ ബാക്കി ഒഴിച്ചു. ജീവനായ രക്തം ക്രിസ്തു നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തന്ന അനുഗ്രഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വായിക്കുകയാണ്. നമ്മൾ പ്രത്യേകം ഓർക്കുക, അബദ്ധവശാൽ നമ്മൾ പിഴച്ചു പോയ അബദ്ധവശാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവത്തോടുള്ള സംസർഗം എത്രയോ പ്രാവശ്യം ഇങ്ങനെ അബദ്ധവശാലൊക്കെ നമ്മൾ ഓരോ ദിവസം ജീവിക്കുമ്പോഴും ഈ കുറവ് നമ്മളിൽ ഇല്ലേ? ഉണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് അതിനു വേണ്ടി എല്ലാം ചെയ്തു. നമ്മുടെ ഭാഗത്ത് നിന്നാകെ ചെയ്യേണ്ടത് നമ്മൾ പാപം ബോധ്യമാകുമ്പോൾ ഏറ്റു പറയാം. നമ്മളെ പാപം ബോധ്യമാക്കുവാൻ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ച് നമുക്ക് പാപബോധം തരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ പാപം നമുക്ക് ഏറ്റു പറയണം. ഇവിടെ ഇത് വായിച്ചപ്പോഴൊക്കെ, ഞാൻ ഇത് പഠിച്ചപ്പോഴൊക്കെ എന്നെ ഭരിച്ചൊരു കാര്യമുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു നല്ല മനസാക്ഷിയോടെ എങ്ങനെ ജീവിക്കാൻ കഴിയും? ഓരോ പാപങ്ങൾ അറിയുമ്പോഴും അതിന്റെ പരിഹാരം അവർ ചെയ്യണം. എന്നാൽ പുതിയ നിയമത്തിന്റെ ബ്ലെസ്സഡ്നെസ്, എബ്രായലേഖനം 10:1-2 വാക്യം നോക്കിയാട്ടെ, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങൾ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്ന ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകയില്ലയോ? യെസ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് വീണ്ടും വീണ്ടും യാഗം അർപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു നല്ല മനസാക്ഷി കർത്താവ് നൽകി. നമുക്ക് വേണ്ടി എല്ലാം നിർവഹിച്ച കർത്താവ് പിതാവിന്റെ സന്നിധിയിലുണ്ട്. അവന്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകി വെടിപ്പാക്കി പിതാവിനോടുള്ള ബന്ധം, ആരാധന യഥാസ്ഥാനപ്പെടുത്തി ആ ദൈവസന്നിധിയിലുള്ള പ്രായശ്ചിത്തത്തിന്റെ അടിസ്ഥാനങ്ങൾ അത് രക്തത്താൽ, പുത്രന്റെ രക്തത്താൽ സ്ഥാപിച്ചു തന്നതിനാൽ നമുക്കിനി ഒരു യാഗം ആവശ്യമില്ല. നല്ല മനസാക്ഷി നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി മാറി. ഇനി നമുക്ക് വീണ്ടും 4-ാം അധ്യായത്തിൽ വരാം. അവിടെ ഭയങ്കര ഒരു ബ്ലെസ്സഡ് തോട്ട്. ഞാനത് ഓർത്ത് ദൈവത്തെ ഒരുപാട് ആരാധിച്ചിട്ടുണ്ട്. ആരാധന യോഗങ്ങളിൽ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രാവശ്യം കടന്നു വന്നൊരു ചിന്തയാണ്. ഇവിടെ നമ്മൾ നോക്കുക, അതിൻ്റെ 8 തൊട്ടുള്ള വാക്യം വായിക്കാം. നമ്മളൊരു രഹസ്യം കാണാൻ പോവുകയാണ്. 8 തൊട്ടുള്ള വാക്യം, പാപയാഗത്തിനുള്ള കാളയുടെ സകല മേധസ്സും, കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും, കുടലിന്മേൽ സകല മേധസ്സും അതിൽ നിന്ന് നീക്കണം. മൂത്രപിണ്ഡം 2, അവിടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും,
മൂത്രപിണ്ഡങ്ങളുടെ മേൽ കരളിന്മേലുള്ള വപയും അവർ എടുക്കണം. സമാധാനയാഗത്തിലുള്ള കാളയിൽ നിന്ന് എടുത്തതുപോലെ തന്നെ പുരോഹിതൻ ഹോമയാഗപീഠത്തിന്മേൽ അത് ധരിപ്പിക്കണം. കാളയുടെ തോലും മാംസം മുഴുവനും തലയും കാലും കുടലും ചാണകവുമായി കാളയെ മുഴുവൻ അവൻ പാളയത്തിന് പുറത്ത് വെണ്ണീരിടുന്ന വെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകിന്മേൽ വെച്ച് തീയിട്ട് ചുട്ടുകളയണം. വെണ്ണീരിടുന്നിടത്ത് വെച്ച് തന്നെ അത് ചുട്ടുകളയണം. സൗരന്മാരെ, പാപയാഗം സൗരഭ്യമുള്ള യാഗമല്ല. യാഗപീഠത്തിങ്കിൽ അത് അർപ്പിക്കുന്നില്ല, അത് പാളയത്തിന് പുറത്തു കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോയി ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ചുട്ടുകളയുകയാണ്. വിശുദ്ധ സ്ഥലത്ത് വെച്ച് ചുട്ടുകളയുകയാണ്. നമ്മൾ എബ്രായലേഖനം 13-ാം അധ്യായം എന്ന് നോക്കട്ടെ. എബ്രായലേഖനം 13-ാം അധ്യായം, ഇവിടെയാണ് നമ്മൾ യേശുക്രിസ്തുവിന്റെ ബ്ലെസ്സഡ്നെസ് കാണുന്നത്. 13-ാം അധ്യായത്തിന്റെ 13-14 വാക്യം. 13-14 വാക്യം. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. നാം നിന്ന് ചുമന്നുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലുക. അങ്ങനെ യേശു ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. നമ്മൾ അങ്ങനെ ഒരു 13:12 യെസ് 13:12. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. യേശുക്രിസ്തു അക്ഷരികമായി ഈ മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട യെരുശലേം പട്ടണത്തിന്റെ പുറത്താണ് ഈ ഗോൽഗോഥ. അവിടെ വെച്ചാണ് കർത്താവ് കഷ്ടം അനുഭവിച്ചത്. നമ്മളൊരു കാര്യം ഓർത്തേ, പാപമാക്കപ്പെട്ട യാഗമൃഗം പാളയത്തിന്റെ പുറത്തു കൊണ്ടുപോയി ചുട്ടുകളയും. യേശുക്രിസ്തു നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. അത് സൗരഭ്യമല്ല ആ യാഗം. അത് നമ്മൾ ഓർത്തു, ഹോമയാഗപീഠത്തിൽ, അതായത് ദേവാലയത്തിലുള്ള യാഗപീഠത്തിൽ അർപ്പിക്കുന്നതൊക്കെ സൗരഭ്യമാണ്. അവിടെ വെച്ചല്ല. പാപിയുടെ സ്ഥാനത്ത് നിന്ന് പാപമാക്കപ്പെട്ട ദൈവപുത്രൻ കഷ്ടം അനുഭവിക്കുമ്പോൾ പിതാവിന്റെ സന്നിധിയിൽ നിന്ന്, പിതാവ് ഈ പാളയത്തിന്റെ ഉള്ളിലാണ്. ദൂരെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? There is a distance between God and him while he was made sin offering. അവൻ പുറത്ത് കഷ്ടം അനുഭവിച്ചു. എന്നാൽ ഇവിടെ ഒരു കാര്യം ഓർക്കുക, അങ്ങനെ സൗരഭ്യമല്ലെന്ന് പറഞ്ഞ ആ യാഗത്തിന്റെ ഉള്ളിൽ ദൈവം ഒരു കാര്യം മണത്തു. എന്താണ്? ഈ യാഗമൃഗത്തിന്റെ കൊഴുപ്പ് മുഴുവൻ എടുത്തു. സമാധാന യാഗത്തിൽ എന്ന പോലെ. സമാധാനയാഗം സൗരഭ്യമുള്ള യാഗമാണ്. ഈ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്ന മൃഗത്തിന്റെ കൊഴുപ്പ്, ആന്തരികമായ ആ റിച്ച് പോർഷൻസ് ഒക്കെ, അത് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? അതിന്റെ 10-ാം വാക്യം, സമാധാനയാഗത്തിലുള്ള കാളിൽ നിന്ന് എടുത്തതുപോലെ തന്നെ പുരോഹിതൻ ഹോമയാഗപീഠത്തിൽ അത് ദഹിപ്പിക്കണം. ഓ, വണ്ടർഫുൾ വണ്ടർഫുൾ തോട്ട്. ഈ വിധത്തിൽ യേശുക്രിസ്തു പാപമാക്കപ്പെട്ട് നഗരവാതിലിന് പുറത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു അകൽച്ച, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് കരയുന്ന ഒരു ദൂരത്തവൻ കഷ്ടമനുഭവിക്കുമ്പോൾ അവിടെയും ദൈവം ഒരു സൗരഭ്യം മണത്തു. എന്താണ് അത്? അവന്റെ ഉള്ളിലുള്ള സൗരഭ്യം. അതെന്താണ് ആ സൗരഭ്യം? നാം വായിക്കുന്നു എഫേസർ 5:2. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സൗരഭ്യമുള്ളൊരു വഴിപാട് യാഗവുമായി അർപ്പിച്ചു. സൗരന്മാരെ, ഈ വിധത്തിൽ അവൻ കഷ്ടം അനുഭവിക്കുമ്പോൾ, ഇത്ര ഭയാനകമായി പാളയത്തിന് പുറത്ത് ആ തീയിലിട്ടവൻ ചുട്ട് ഒരു ചാമ്പലായി തീരുന്ന സന്ദർഭത്തിൽ ശാന്തമായി അവൻ അനുഭവിക്കുകയാണ്. കാരണം നമ്മോടുള്ള സ്നേഹം, മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുന്നു. ആ ചിന്ത നമ്മളെ ഭരിക്കണം. ആരാധിക്കുമ്പോൾ ഇത്ര വലിയ കഷ്ടം ദൈവപുത്രൻ അനുഭവിച്ചപ്പോൾ അവനെ ഒരു യാഗമൃഗം, ഒരു പാപയാഗത്തെ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്ന പോലെ അവൻ ചാരമായി തീരുമ്പോൾ അവിടെയും ദൈവത്തിന് മണക്കാൻ കഴിഞ്ഞു അവന്റെ സ്നേഹം, പിതാവിനോടുള്ള അവന്റെ അനുസരണം, പിതാവിനോടുള്ള അവന്റെ സ്നേഹം. പിതാവ് കൽപ്പിക്കുന്ന പോലെ അവൻ ചെയ്യുന്നു. പുത്രൻ നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ആന്തരികമായ കൊഴുപ്പുകൾ മുഴുവൻ
ഈ പാപയാഗത്തിൽ നിന്ന് എടുത്ത് സമാധാനയാഗം പോലെ ഹോമയാഗപീഠത്തിൽ ദഹിപ്പിക്കണം. സഹോദരന്മാരെ, ഇത് ഈ വിധത്തിലല്ലാതെ ദൈവം നമ്മളെ എങ്ങനെ മനസ്സിലാക്കി തരും? ഈ പുത്രന്റെ മരണത്തിന്റെ മഹത്വം എങ്ങനെ മനസ്സിലാക്കി തരും? ഓ യെസ്, ഭയങ്കരമാണ്. ഞാനും പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കിയ ശേഷം എത്രയോ ആരാധന യോഗങ്ങളിൽ ഇരുന്ന് ഞാൻ ദൈവത്തെ, കർത്താവിനെ ആരാധിക്കുമ്പോൾ ഞാൻ ഓർത്തുപോയിട്ടുണ്ട്, അവനൊരു പാപയാഗമാക്കപ്പെട്ട് അവൻ ചാമ്പലായി തീരുമ്പോൾ, കഷ്ടം അനുഭവിക്കുമ്പോൾ, ഒരു പാപമാക്കപ്പെട്ട ദൈവത്തിൽ നിന്ന് അവൻ അകന്ന് അവൻ പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിക്കുമ്പോൾ അവിടെയും ദൈവം മണത്തു ഒരു സൗരഭ്യം. അവിടെയും ഈ യാഗത്തിൽ നിന്നൊരു സൗരഭ്യം. ആ സൗരഭ്യം എന്ന് പറയുന്നത് എന്നെ സ്നേഹിച്ച സ്നേഹം, പിതാവിനോടുള്ള സ്നേഹം, അനുസരണം. വണ്ടർഫുൾ, വാട്ട് എ വണ്ടർഫുൾ സേവിയർ ഹി ഈസ്. അവൻ്റെ യാഗത്തിൻ്റെ സൗരഭ്യം, അതിൻ്റെ മഹത്വം, അതിൻ്റെ വലിപ്പമൊക്കെ മറിഞ്ഞിരിക്കുന്നത് പിതാവ് നമുക്ക് വരച്ച് തരികയാണ്. ഇത് ഇങ്ങനെ തന്നില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. യെസ്, ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചിട്ട് ക്ലാസ് നമുക്ക് ഒരു 10-15 മിനിറ്റോടുണ്ട്, നമുക്ക് ഭാഗം കൂടെ നോക്കാം. നമ്മളത് ആലോചിച്ച് നോക്കുക, നമ്മുടെ കർത്താവിൻ്റെ മഹത്വം ഈ യാഗങ്ങളിൽ ഏതെല്ലാം വിധത്തിലാണ് ദൈവം നമുക്ക് വരച്ച് കാണിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത് 13-ാം വാക്യം, ലേവ്യർ 4:13, ഇസ്രായേൽ സഭ മുഴുവൻ അബദ്ധവശാൽ പിഴച്ചു, ആർക്കാരിയ സഭയുടെ കണ്ണിന് മറിഞ്ഞിരിക്കുന്നു. ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചുള്ള വല്ല കാര്യത്തിലും അവർ പാപം ചെയ്ത് കുറ്റക്കാരനായി തീരുകയും ചെയ്താൽ, പാപം അവർ അറിയുമ്പോൾ സഭ ഒരു കാളക്കിടാവിനെ പാപയാഗമായി അർപ്പിക്കണം. സമാന കൂടാരത്തിന്റെ മുമ്പാകെ അതിനെ കൊണ്ടുവരണം. സഭയുടെ മൂപ്പന്മാർ യഹോവയുടെ സന്നിധിയിൽ കാളയുടെ തലയിൽ കൈവെക്കണം. യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. ഒരു കാര്യം പ്രത്യേകം ഓർത്താട്ടെ, സഭ മുഴുവൻ പാപം ചെയ്തു. യെസ്, അവരറിയാതിരിക്കുക. സഭ മുഴുവൻ പാപം ചെയ്യുന്നു, എന്നാൽ സഭ അറിയാതിരിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഹായ് പട്ടണം പിടിക്കാൻ പോയപ്പോൾ അവർ പരാജയപ്പെട്ടു പോവുകയാണ്. എന്താ കാരണമെന്ന് അവർക്കറിയില്ല, മറിഞ്ഞിരിക്കുകയാണ്. യഹോവ കൽപ്പിച്ചതിന് വിരുദ്ധമായി ആഖാൻ അവിടെ നിന്ന് സ്വർണവും, ആ ബാബിലോണിയൻ സ്വർണവും വസ്ത്രവും ഒക്കെ എടുത്ത് അവൻ പാർക്കുന്ന ആ കൂടാരത്തിന്റെ അകത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ്. ജനം അറിഞ്ഞിട്ടില്ല. പക്ഷേ അതിന്റെ പരിണിത ഫലം ജനം മൊത്തം അനുഭവിച്ചു. തർശീശിലേക്ക് കപ്പൽ പോവുകയാണ്. കപ്പൽ തിരയിൽപ്പെട്ട് അത് മുങ്ങാൻ തുടങ്ങുകയാണ്. അതിൻ്റെ അകത്ത് കിടക്കുന്ന ജോനയാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് കപ്പലിലുള്ളവർക്ക് മനസ്സിലായില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, സഭ മുഴുവൻ പാപം ചെയ്യുകയാണ്, അവരറിയാതിരിക്കുകയാണ്. അങ്ങനെ ഒരു സഭ മുഴുവൻ പാപം ചെയ്യുമോ? അതെ, ചെയ്യും. ഒരു റോങ് ഡിസിഷൻ പോരെ, മൂപ്പന്മാരുടെ ഒരു റോങ് ഡിസിഷൻ. എത്രയോ സഭകളിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ദൈവഹിതത്തിന് വിരുദ്ധമായി എത്രയോ സ്ഥലങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അബദ്ധവശാൽ പിഴച്ചു പോകുന്നു. ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ച വല്ല കാര്യത്തിലും ചെയ്യുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളുടെ ദൂത് പഠിച്ചപ്പോൾ കണ്ടു. വെളിപ്പാട് 2:20 പറയുന്നുണ്ട്, ഇസബേൽ എന്ന ഒരു സ്ത്രീയെ നീ വെച്ചു പുലർത്തുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. എൻ്റെ ജനം വിഗ്രഹാർപ്പിതം തിന്നുവാൻ, ദുർനടപ്പ് പാചരിപ്പാൻ ഉപദേശിക്കുന്ന ഒരു സ്ത്രീയെ നീ ഇടയിൽ വെച്ച് പുലർത്തുന്നുണ്ട്. ആ ദുരുപദേശം, അത് സഭ വെച്ചു പുലർത്തുന്നതിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്. ഇസബേൽ അന്ന് കത്തോലിക്ക ചർച്ചിനോട് ചൂണ്ടിക്കാണിക്കുകയാണ് ദൈവജനത്തെ തെറ്റിച്ച് കളയുന്ന ഉപദേശം. എന്നെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഒരു ലോക്കൽ ചർച്ചിന്റെ, പ്രാദേശിക സഭയുടെ ചുമതലപ്പെട്ടവര് മൂപ്പന്മാരാണ്. ഇവിടെ നോക്കുക, ഇസ്രായേൽ സഭയുടെ മുഴുവൻ പാപത്തിന്റെ ഉത്തരവാദികൾ ഈ മൂപ്പന്മാരാണ്. അതുകൊണ്ടാണ് അവര് ഈ കാളക്കിടാവിന്റെ തലയിൽ കൈവെക്കുന്നത്. സഭയെ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ,
ഈ ഈ ഈ ഈ ഇത് എത്രയോ ഗൗരവമാണെന്ന് ഓർത്താട്ടെ. ഒരു എൽഡർഷിപ്പിൽ ഇരിക്കുന്നവർക്ക് എത്ര ഗൗരവത്തോടു കൂടെ മാത്രമേ, ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ മൂപ്പനാകാനുള്ള ബദ്ധപ്പാടുള്ള ഓട്ടം ഒരുപക്ഷെ കുറെ കുറഞ്ഞേനെ. അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നില്ല. അവർ ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് പറയുന്നവരാണ്. ആ സഭയുടെ ആത്മിക നിലവാരത്തിന്റെ ഉത്തരവാദികളാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പഠിച്ചപ്പോൾ ശ്രദ്ധിച്ചു, 7 സഭയ്ക്ക് കർത്താവ് ദൂത് കൊടുക്കുമ്പോൾ ആർക്കാ ദൂത് കൊടുക്കുന്നത്? എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. സ്മുർദയിലെ സഭയുടെ ദൂതന് കർത്താവ് ദൂത് കൊടുക്കുന്നത് ഈ ദൂതന്മാർക്കാണ്. അവരാണ് സഭയോട് കൺവേ ചെയ്യുന്നത്. അവർ വിശ്വസ്തരല്ലെങ്കിൽ, ദൈവം കൊടുത്ത ദൂത് അവർ പറയുന്നില്ലെങ്കിൽ, അവർ ദൈവസന്നിധിയിൽ കുറ്റക്കാരാണ്. ആ സഭയുടെ ആത്മിക നിലവാരത്തിന് ഉത്തരവാദികൾ അവരാണ്. അവർ ഇസ്രായേൽ സഭയെ മുഴുവൻ പാപം ചെയ്യാൻ ഇടയാക്കി തീർത്ത പോലെ ഇന്ന് മൂപ്പന്മാർ സഭയെ ആ വിധത്തിൽ കുറ്റക്കാരാക്കി തീർക്കാനായിട്ട് ഇടയാക്കി മാറ്റുന്നു. ഇത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും സഭകളുടെ ഉള്ളിൽ സഭാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശാന്തമായി ഇരുന്ന് അപഗ്രഥിച്ച് നോക്കിയാൽ നമുക്കറിയാം, somewhere someone has gone wrong and they are tolerating that. അതിൻ്റെ ഫലമാണ് ആ സഭ അനുഭവിക്കുന്നത്. അങ്ങനെ ഇസ്രായേൽ സഭ മുഴുവൻ പാപം ചെയ്യാനായിട്ട് ഇടയായി മാറും. മൂപ്പന്മാർ വളരെ ശ്രദ്ധിപ്പാനായിട്ട് ബാധ്യതയുണ്ട്. എന്നാൽ ഇവിടെയും ഒരു കാര്യം ഓർക്കുക, 14-ാം വാക്യത്തിൽ പാപം അവർ അറിയുമ്പോൾ, മറ്റു വിധത്തിൽ പറഞ്ഞാൽ പാപം അവർക്ക് ബോധ്യമാകണം. പാപം അവർക്ക് ബോധ്യമാകണം. 1 യോഹന്നാൻ 1:9 നമുക്കറിയാവുന്ന വാക്യമാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. പാപം അറിയാതെ പാപം എങ്ങനെ ഏറ്റുപറയും? Unless we have that conviction, how can we confess? പാപത്തോട് സെൻസിറ്റീവ് ആയിരിക്കണം. പാപബോധം നമുക്കുണ്ടായിരിക്കണം. വളരെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ചുവന്ന പശുക്കിടാവിൻ്റെ ഭസ്മം ഇസ്രായേൽ പാളയത്തിൽ സൂക്ഷിക്കാൻ ദൈവം പറഞ്ഞു. എന്തിനാണ് സൂക്ഷിക്കാൻ പറഞ്ഞത്? മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മം എന്നാണ് പുതിയ നിയമത്തിൽ. സംഖ്യാപുസ്തകം നോക്കിയാട്ടെ, ഒരു കാര്യം ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. 19-ാം അധ്യായം, സംഖ്യാപുസ്തകം 19-ാം അധ്യായം പഠിച്ചതാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഈ പശുഭസ്മം യേശുക്രിസ്തുവിന്റെ നിഴലാണ്. മുഖം വെക്കാത്തതും ചുവന്നതും മനുഷ്യനായി തീർന്നതും കളങ്കവും ഊനമില്ലാത്തതും, ആ 2-ാം വാക്യത്തിൽ പറയുന്ന ക്വാളിഫിക്കേഷനൊക്കെ യേശുക്രിസ്തുവിന്റെ ക്വാളിഫിക്കേഷനാണ്. അകത്തും പുറത്തും ഊനമില്ലാത്തവൻ, പാപത്തിന്റെ നുഖത്തിൽ അമരാത്തവൻ, ചുവന്ന പശുക്കിടാവ്, മനുഷ്യനായി തീർന്ന ദൈവപുത്രൻ. അത് ചുറ്റും ഭസ്മമാക്കുകയാണ്, പാളയത്തിന്റെ പുറത്തു വെച്ചിരിക്കുകയാണ്. എന്താ കാരണം? പാപം ചെയ്തവൻ, മലിനപ്പെട്ടവൻ പാളയത്തിന്റെ പുറത്തോട്ട് പോകും. അവിടെ വെച്ച് ഇതെടുത്ത് ശുദ്ധീകരിക്കണം. എങ്ങനെയാണ് ശുദ്ധീകരണം നടത്തുന്നത്? അതിൻ്റെ 12-ാം വാക്യം നോക്കിയാട്ടെ. അവൻ 3-ാം ദിവസവും 7-ാം ദിവസവും ആ വെള്ളം കൊണ്ട് തന്നെ താൻ ശുദ്ധീകരിക്കണം. അങ്ങനെ അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ 3-ാം ദിവസം തന്നെ ശുദ്ധീകരിക്കഴിഞ്ഞാൽ 7-ാം ദിവസം അവൻ ശുദ്ധിയുള്ളവനാകയില്ല. ഇത് സൂക്ഷിച്ചു വെക്കണം. ഈ പശുക്കിടാവിൻ്റെ ഭസ്മം വാരി, 10-ാം വാക്യത്തിൽ ഭസ്മം വാരി അത് സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് 12-ാം വാക്യം, ഒരുത്തൻ അശുദ്ധനായി തീർന്നാൽ 3-ാം ദിവസം 7-ാം ദിവസം വെള്ളം കൊണ്ട്, അതായത് ഉറവ് വെള്ളം എടുത്ത് ആ വെള്ളത്തിൽ ഈ ഭസ്മം ഇട്ടിട്ട് അവൻ്റെ മേൽ 3-ാം ദിവസവും 7-ാം ദിവസവും തളിക്കണം. 7-ാം ദിവസവും ശുദ്ധിയുള്ളവനാകും. എന്തൊരു പഠനമാണ്, എന്തൊരു പഠനമാണ്! എന്നാൽ ഇവിടെ ഒരു വാക്ക് പറയാനാണ് ഞാൻ ഇത്രയും എടുത്തത്. അതിൻ്റെ 12-ാം വാക്യം നോക്കി, എന്നാൽ 3-ാം ദിവസം തന്നെ ശുദ്ധീകരിക്കഴിഞ്ഞാൽ 7-ാം ദിവസം അവൻ ശുദ്ധിയുള്ളവനാകത്തില്ല. 3-ാം ദിവസം തളിക്കുന്നില്ലെങ്കിൽ 7-ാം ദിവസം ശുദ്ധിയുള്ളവനാകത്തില്ല. 3-ാം ദിവസത്തിന്റെ അനുഭവം ഉണ്ടാകണം.
ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം നിങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ 17 തൊട്ടുള്ള വാക്യം നിങ്ങൾ നോക്കിയേ. ഉൽപ്പത്തി പുസ്തകം 42-ന്റെ 17 തൊട്ടുള്ള വാക്യം ഞാൻ വായിക്കുന്നില്ലേ. യോസേഫിന്റെ സഹോദരന്മാർ യോസേഫിന്റെ അടുക്കൽ വന്നു. നിങ്ങൾ ആരാണ്? ഒരപ്പന്റെ മക്കളാണ്, ഞങ്ങൾ പരമാർത്ഥികളാണ്. അവർക്ക് യാതൊരു കുറ്റബോധവുമില്ല. യോസേഫ് അവരെ കാരാഗൃഹത്തിൽ അടച്ചു. എന്നാൽ അവിടെ വായിക്കുന്നുണ്ട്, ആത്മാവ് രേഖപ്പെടുത്തിയത്, 3-ാം ദിവസമായപ്പോ അവരന്യോന്യം പറയാൻ തുടങ്ങി, ഇത് നമ്മുടെ സഹോദരന്റെ രക്തം നമ്മൾ ചോദിക്കുകയാണ്. ഉൽപ്പത്തി 42-ന്റെ 17 തൊട്ടുള്ള വാക്യം, 21, 22 വാക്യങ്ങളിൽ അത് കാണുന്നു. ഇത് നമ്മുടെ സഹോദരന്റെ രക്തം നമ്മോട് ചോദിക്കുന്നതാണ്. അത് ചോദിക്കുന്നത് എപ്പോഴാ അവർ ആ ഒരു മനോഭാവത്തിൽ വന്നത്? 3-ാം ദിവസം, കാരാഗൃഹത്തിൽ അടച്ച 3-ാം ദിവസം. 3-ാം ദിവസം വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ 7-ാം ദിവസം ശുദ്ധിയുള്ളവനാകത്തില്ല. പാപബോധമില്ലെങ്കിൽ പാപത്തിന്റെ ശുദ്ധീകരണമില്ല. ഇസ്രായേൽ മക്കളെ എടുത്തു നോക്കുക. അവരുടെ മധ്യത്തിൽ വന്ന മശീഹ അവർ ക്രൂശിച്ചു, അവനെ വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ അവർക്ക് 3-ാം ദിവസത്തിന്റെ ഒരു അനുഭവം ഉണ്ടാകും. അതിന്റെ പേരാണ് യാക്കോബിന്റെ കഷ്ടകാലം. ആ കഷ്ടകാലത്തിൽ, മഹോപദ്രവ കാലഘട്ടത്തിൽ അവർ മഹാ ഉപദ്രവത്തിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവർ കുത്തിവെങ്കിലേക്ക് നോക്കും, കരയും. ഞങ്ങളുടെ മശീഹയെ ഞങ്ങൾ ക്രൂശിച്ചെന്ന് അവർ കരയുമ്പോഴാണ്, യോസേഫ് ഈ 3-ാം ദിവസത്തിന്റെ അനുഭവം കഴിയുമ്പോഴാണ് സഹോദരന്മാർക്ക് തന്നെത്താൻ വെളിപ്പെടുത്തിയത്. അതുപോലെ യേശുക്രിസ്തു ഇസ്രായേൽ ജനത്തിന് തന്നെത്താൻ കാണിച്ചു കൊടുക്കുന്നത് ഈ മഹോപദ്രവ കാലഘട്ടത്തിന് 3-ാം ദിവസത്തിന്റെ അനുഭവം ഉണ്ടായ ശേഷമാണ്. നമ്മൾ പാപയാഗത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇസ്രായേൽ സഭ മുഴുവൻ പാപം ചെയ്തു വന്നാൽ പാപം അവന് ബോധ്യമായി കഴിയുമ്പോൾ, സഹോദരന്മാരെ, അവിടെ ബോധ്യമായി കഴിഞ്ഞാൽ അവിടെ കൽപ്പിച്ചിരിക്കുന്ന ആ യാഗം ക്രിസ്തു നിർവഹിച്ചു, അതിൻ്റെ പൊരുൾ. ഇനിയും അവിടെ നിവർത്തിക്കപ്പെടേണ്ട ഒരു കാര്യമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് പാപം നമ്മളിൽ കടന്നു വന്നാൽ നമുക്കതിനെക്കുറിച്ച് ബോധമുണ്ട്. പശുഭസ്മത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു, 3-ാം ദിവസത്തിന് അനുഭവം ഇല്ലെങ്കിൽ 7-ാം ദിവസം ശുദ്ധിയുള്ളവനാകത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം നൽകി നമ്മളെ ശുദ്ധീകരിക്കുന്ന കർത്താവ്. ഞാനിവിടെ ഇപ്പോൾ നിർത്തുന്നു. ആ രക്തമെടുത്ത് നമ്മൾ നോക്കിയ 16-ഉം 17-ഉം വാക്യം, അഭിഷിക്തനായ പുരോഹിതന്റെ രക്തം ഏത് വിധത്തിൽ ചെയ്തോ അതുപോലെ തന്നെ ജനത്തിന്റെ പാപത്തോടുള്ള ബന്ധത്തിൽ ചെയ്യണം. സഭ മൊത്തത്തിൽ പാപം ചെയ്താൽ. 17-ാം വാക്യം, പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ തിരശ്ശീലയുടെ മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. അവൻ സമാഗമന കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിലുള്ള പീഠത്തിന്റെ കൊമ്പുകളിൽ കുറെ പുരട്ടണം. ശേഷം രക്തം മുഴുവൻ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. അതിന്റെ മേധസ്സൊക്കെയും അവൻ അതിൽ നിന്നെടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. പാപയാഗത്തിനുള്ള കാളയോട് അവൻ ചെയ്തതുപോലെ തന്നെ ഈ കാളയും ചെയ്യണം. അങ്ങനെ തന്നെ അതിനെയും ചെയ്യണം. അങ്ങനെ പുരോഹിതൻ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവരോട് ക്ഷമിക്കും. പിന്നെ അവൻ കാളയെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി മുമ്പിലത്തെ കാളയെ ചുട്ടതുപോലെ ഇതിനെയും ചുട്ടുകളയണം. അത് സഭയ്ക്ക് വേണ്ടിയുള്ള പാപയാകും. പുരോഹിതൻ പാപം ചെയ്താലും ഇസ്രായേൽ സഭ മൊത്തം പാപം ചെയ്താലും ഒരേ കാര്യമാണ് ചെയ്യുന്നത്. ഇനിയും സാധാരണ ഒരു പ്രമാണിയുടെ പാപവും സാധാരണക്കാരന്റെ പാപവും നമ്മൾ അത് പഠിക്കുമ്പോൾ കാണാം, അത് വ്യത്യസ്തമായി ദൈവം കൽപ്പിക്കുന്നു. അത് എന്തുകൊണ്ടെന്നും കാണാം. ഇവിടെ ഞാൻ നിർത്തുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം ഓർക്കുക. നമ്മുടെ കർത്താവ് എത്ര സൗന്ദര്യമാണ്! പാപത്തിന്റെ പരിഹാരത്തിന് പാളയത്തിന് പുറത്ത്, അങ്ങനെ ജനത്തെ ശുദ്ധീകരിപ്പാൻ പാളയത്തിന് പുറത്ത് അവൻ കഷ്ടം അനുഭവിച്ചു. സൗരഭ്യമുള്ള യാഗമല്ല പാപയാഗം, എന്നാൽ അതിൻ്റെ ഉള്ളിലും ദൈവത്തിന് സൗരഭ്യം കരുതി. അവൻ്റെ ആന്തരിക സൗന്ദര്യം, അവൻ്റെ സ്നേഹം, പിതാവിനോടുള്ള സ്നേഹം, നമ്മോടുള്ള സ്നേഹം, ആ സമർപ്പണം, ശാന്തമായി അവനെ കഷ്ടങ്ങൾ അനുഭവിച്ച് നമ്മളെ വീണ്ടെടുക്കുന്നു. അത് ദൈവം കണ്ടു, നമ്മയും അത് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഈ കർത്താവിൻ്റെ മഹത്വം കണ്ട് അവനെ നമുക്ക് സ്നേഹിച്ചവനെ ആരാധിക്കാം. അവന് വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.